السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ച റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ദിനവും മാസങ്ങളായി മുടങ്ങാതെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവുകൾ നാളെ മീസാൻ എന്ന ത്രാസിൽ നന്മയുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ, കരുണക്കടലായ പടച്ച റബ്ബ് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ അബി ഉമാമത്ത് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഹബ്ബ അബ്ദൻ ലില്ലാ ലാ അക്റമ റബ്ബഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഏതെങ്കിലും ഒരു അടിമ അള്ളാഹുവിന് വേണ്ടി മറ്റൊരു ദാസനെ സ്നേഹിച്ചാൽ അവൻ ഉന്നതനും മഹാനുമായ തൻ്റെ റബ്ബിനെ ആദരിച്ചിരിക്കുന്നു എന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവിനെ ആദരിച്ചവനാണെന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നത് അള്ളാഹുവിനെ ആദരിക്കുന്നത് പോലെയാ. അൻ അബീദ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ അഅ്മാലി അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ളു ഫില്ലാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിന് വേണ്ടി മാത്രം ആരെയെങ്കിലും സ്നേഹിക്കലും അള്ളാഹുവിന് വേണ്ടി മാത്രം ആരോടെങ്കിലും വിരോധം വെക്കലുമാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ അവിടുന്ന് പറയുന്നു, അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലാണ് അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും ഒരു മനുഷ്യനെ സ്നേഹിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി ഒരാൾ വെറുക്കുക, 5 നേരം നിസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, ഖുർആൻ ഓതുന്നു, നബിയെ സ്നേഹിക്കുന്നു, സ്വലാത്തുകൾ പറയുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ അള്ളാഹുവിൻ്റെ തൃപ്തി കരുതിയിട്ടൊരു മനുഷ്യൻ സ്നേഹിക്കുക. അൽഹംദുലില്ലാ, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, നന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്ന് കരുതി ഒരാളെ സ്നേഹിച്ചാൽ അവൻ അള്ളാഹുവിനെ ആദരിച്ചവനാണ്. അതുപോലെ അതവൻ അർഹമായ പ്രതിഫലമുണ്ട്. ഇനി ഒരു മനുഷ്യൻ അവൻ കള്ളുകുടിക്കുന്നു, വ്യഭിചരിക്കുന്നു, പലിശ തിന്നുന്നു, ഹറാമുകൾ ചെയ്യുന്നു, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ ചെയ്തുകൊണ്ടിരിക്കുകയാ. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ അള്ളാഹുവിന് വേണ്ടി മാത്രം അള്ളാഹുവിനെ കരുതിക്കൊണ്ട് അവനുമായിട്ടുള്ള ബന്ധങ്ങൾ ഒഴിവാക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ശ്രേഷ്ഠമായ ഒരു അമലാണെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവനുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിച്ചുകളെ, അങ്ങനല്ല സഹോദരങ്ങൾ. അവനെ ഉപദേശിക്കണം, അവനെ നന്മ പറഞ്ഞു കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം. പക്ഷെ മനസ്സുകൊണ്ട് അവൻ എത്ര ഉപദേശിച്ചിട്ടും ചെയ്യുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് അതിൽ നിന്ന് അകൽച്ച കാണിക്കുക. അതാണ് ഈ ഹദീസിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖാല ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലു യാ റസൂലല്ലാഹ് കൈഫ തഖൂലു ഫീ റജുലിൻ അഹബ്ബു ഖൗമൻ വലം യൽഹഖു ബിഹിം ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മർഉ മഅ മൻ അഹബ്ബ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഹാജരായിട്ട് അവിടുന്ന് പ്രവാചകനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഒരാളൊരു സംഘത്തെ സ്നേഹിക്കുന്നു, എന്നാൽ അവരോടൊപ്പം എത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് അമലുകളിലും സൽക്കർമ്മങ്ങളിലും പൂർണ്ണമായിട്ട് അവരെ പിൻപറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ളവരെ കുറിച്ച് എന്താണ് നബി അങ്ങ് പറയുന്നത്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഏതൊരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുവോ അവൻ അവരോടൊപ്പമായിരിക്കും. നാളെ ആഖിറത്തിൽ ആരെ സ്നേഹിച്ചോ അവരുടെ കൂടെയാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ആരെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണെങ്കിൽ നാളെ മുത്തുനബിയുടെ കൂടെ, സഹാബത്തിനെയാണെങ്കിൽ സഹാബത്തിൻ്റെ കൂടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയാണോ, സിനിമാ താരങ്ങളെയാണോ സിനിമാ താരങ്ങളോടൊപ്പം, ഫുട്ബോൾ ക്രിക്കറ്റ് താരങ്ങളെയാണോ അവരോടൊപ്പം, നമ്മൾ ആരെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്
ഇതോടൊപ്പമാണ് നാളെ പരലോകത്ത് അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, അനസ് റളിയല്ലാഹു തആല അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ മിൻ അബ്ദിൻ അതാ അഖാഹു യസൂറുഹു ഫില്ലാ ഇല്ലാ നാദഹു മലക്കുൻ മിനസ് സമാ അൻ തിബത്ത وطابت لك الجنة وإلا قال الله في ملكوت عرشه عبدي زار فيه وعلى قراه ഫലം യർളാ ലഹു ബിസൗബിൻ ദൂനൽ ജന്ന. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി തൻ്റെ സ്നേഹിതനെ സന്ദർശിക്കുവാൻ പോയാൽ ആകാശത്തിൽ നിന്ന് ഒരു മലക്ക് അവനെ വിളിച്ച് ഇപ്രകാരം പറയും, നിങ്ങൾ സന്തോഷകരമായി ജീവിതം നയിച്ചിരിക്കുന്നു, സ്വർഗം നിങ്ങൾക്ക് അനുഗ്രഹീതമായിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അർശിൻ്റെ അടുത്തുള്ള മലക്കുകളോട് പറയും, എൻ്റെ ദാസൻ എന്നെ സന്തോഷിപ്പിക്കുന്നതിനായി സന്ദർശിക്കാൻ പോയി, അവനെ സൽക്കരിക്കാൻ എൻ്റെ ഉത്തരവാദിത്തമാണ്. സ്വർഗത്തെക്കാൾ കുറഞ്ഞ മറ്റൊരു പ്രതിഫലവും അള്ളാഹു അവനെ തൃപ്തിപ്പെടുകയില്ല എന്ന് മഹാനായി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ തൃപ്തി കരുതിക്കൊണ്ട് ഒരു മനുഷ്യന് രോഗിയായി കിടക്കുന്ന ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ ആകാശത്ത് നിന്ന് ഒരു മലക്ക് അവനോട് പറയുകയാ, സ്വർഗം നിങ്ങൾക്ക് അനുഗ്രഹീതമായിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അർശിനടുത്തുള്ള മലക്കുകളോട് പറയുകയാണ്, അള്ളാഹു പറയുകയാ, എൻ്റെ അടിമയെ കണ്ടോ, എന്നെ സന്തോഷിപ്പിക്കുന്നതിനായി അവൻ രോഗിയായ ഒരു മനുഷ്യനെ കാണാൻ പോയി, എൻ്റെ ഉത്തരവാദിത്തമാണ്, അവന് സ്വർഗത്തെക്കാൾ കുറഞ്ഞ ഒരു പ്രതിഫലവുമില്ല, അവൻ എൻ്റെ സൽക്കാരമുണ്ട് എന്ന് അള്ളാഹു മലക്കുകളോട് പറയുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യനെ സന്ദർശിക്കാൻ പോകുന്നതിലൂടെ പോലും നമുക്ക് ഇത്രയും വലിയ പ്രതിഫലമാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഒരു രോഗ സന്ദർശനം കൊണ്ടെങ്കിലും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെക്കാളും വലിയ നഷ്ടവാളികൾ ആരാ ഉള്ളത്? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകുക, അത് നമ്മുടെ വലിയ മോഹമാണ്, നമ്മുടെ അഭിലാഷമാണ്. അവിടേക്ക് പോകാൻ കഴിയുന്ന സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ അധികമായി ചെയ്യുക. ഏതെല്ലാം എളുപ്പവഴികൾ നമുക്ക് അതിലേക്ക് ചെയ്തുകൊണ്ട് സ്വർഗത്തിലെത്താൻ കഴിയുമോ ആ വഴികളൊക്കെ നമ്മൾ നോക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ക്ലാസ്സുകൾ അൽഹംദുലില്ലാ മാസങ്ങളായിട്ട് നിരന്തരമായി കേൾക്കുന്ന നൂറുകണക്കിന് പേരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അള്ളാഹു ദുനിയാവിലും ആഖിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ക്ലാസ്സുകൾ, സ്വലാത്തുകൾ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഒരുപാട് സ്വലാത്തുകൾ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന വെള്ളിയാഴ്ച ദിവസം കോടിക്കണക്കിന് സ്വലാത്തുകൾ മദീനയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിലേക്ക് ആ കോടിക്കണക്കിന് സ്വലാത്തുകൾ ഓതി വെച്ചിരിക്കുന്ന ഖത്തങ്ങൾ അത് മുഴുവനും ഹദിയ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ അവസാന വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. ആ സദസ്സിലേക്ക് വേണ്ടി സ്വലാത്തുകൾ പറഞ്ഞു വെച്ചിട്ടുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് അവരവരുടെ ഗ്രൂപ്പുകളിൽ കണക്കുകളെടുത്ത് അറിയിക്കുകയും അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ആ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി എല്ലാവരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി ഓൺലൈനിലൂടെ ഇന്ന് കറക്റ്റ് 8 മണിക്ക് തന്നെ ഇൻഷാ അല്ലാഹ് പരിപാടി ആരംഭിക്കും. ഇന്ന് പരിപാടി ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും കേൾക്കുകയും പഠിക്കുകയും ദഅവത്തിൽ പങ്കാളികളാവുകയും ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തുക, ദുആ ചെയ്യുക. അതുപോലെ വളരെ പ്രയാസത്തിൽ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ കരുണക്കടലായ റബ്ബ് അള്ളാഹു ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് ലോകത്ത് അള്ളാഹു ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നു അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു പരിപൂർണ്ണ ശിഫാ നൽകി ആ കുടുംബത്തിന് സമാധാനവും അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.